Real business cycle, aggregate demand and supply model. റിയൽ ബിസിനസ് സൈക്കിൾ മോഡലിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടതാണ് വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി ഷോക്സ് ഓൺ ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട്, ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് റേറ്റ് ഇൻ ദ ഇക്കോണമി. പക്ഷേ അവിടെ നമ്മൾ സപ്ലൈ ഷോക്സിൻ്റെ ഇമ്പാക്റ്റ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എങ്ങനെയാണെന്ന് കാര്യം പറഞ്ഞിട്ടേ ഇല്ല. സോ ടെക്നോളജി ഷോക്കിൻ്റെ ഇമ്പാക്റ്റ് പഠിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഫക്റ്റും കൂടെ നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് സപ്ലൈ ഷോക്സ് ഓൺ ദ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ടെക്നോളജി ഷോക്സ് ഉണ്ടാകുമ്പോൾ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്ത് ചേഞ്ചാണ് വരുന്നത്, അതെങ്ങനെയാണ് സപ്ലൈ ഓഫ് ലേബറിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ റിയൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മോഡലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം വാട്ട് ഇസ് എ റിയൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് വാട്ട് ഇസ് എ റിയൽ ആഗ്രിഗേറ്റ് സപ്ലൈ. ഈ രണ്ട് കർവുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് IS കർവ് കാണാം, LM കർവ് കാണാം, അതുപോലെ തന്നെ RAS എന്ന് പറയുന്ന റിയൽ ആഗ്രിഗേറ്റ് സപ്ലൈ കർവും കാണാം. IS കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും ഇൻകത്തിൻ്റെയും കോമ്പിനേഷൻസ് ആണ് കാണിക്കുന്നത്. ഈ IS കർവ് ആണ് നമ്മുടെ റിയൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ദിസ് റിയൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് എ ഡിക്ലൈനിങ് ഫംഗ്ഷൻ ഓഫ് ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കൂടുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാഷണൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റിയൽ ആഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഒരു ഡിക്ലൈനിങ് ഫംഗ്ഷൻ ഓഫ് ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. പ്രൈസസ് കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ LM കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത് IS കർവിനെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിലായിരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുക. പ്രൈസ് ലെവൽ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ LM കർവ്, അതായത് ലിക്വിഡിറ്റി പ്രിഫറൻസ് മണി സപ്ലൈ കർവ് എന്ന് പറയുന്നത് IS കർവിനെ എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മോഡലിൽ RAD കർവും RAS കർവും മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. നമ്മൾ LM കർവ് അവിടെ കാണിക്കുന്നില്ല. നമ്മൾ ശരിക്കുള്ള മോഡൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ LM കർവിനെ അവിടെ ഒഴിവാക്കുകയാണ്. RADയും RAS മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു കർവും കൂടി കാണാം, RAS കർവ്, അതായത് റിയൽ ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് ആണ്. അതിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് പൊസിഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ വില്ലിംഗ്നെസ് ഓഫ് വർക്കേഴ്സ് ടു സപ്ലൈ ലേബർ. പൊസിഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷനും അതുപോലെ തന്നെ വില്ലിംഗ്നെസ് ഓഫ് വർക്കേഴ്സ് ടു സപ്ലൈ ലേബർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അതായത് ടെക്നോളജിക്കൽ ഷോക്സ് ഉണ്ടാകുമ്പോൾ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് അവിടെ പ്രൊഡക്ഷൻ കൂടുവാണ്. പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമുക്ക് കൂടുതൽ ലേബറേഴ്സിന് അവിടെ ആവശ്യമായിട്ട് വരും. ദാറ്റ് മീൻസ് ഡിമാൻഡ് ഫോർ ലേബറേഴ്സ് ആർ ഇൻക്രീസിങ്. പക്ഷേ ഒറ്റയടിക്ക് തന്നെ അവിടെ സപ്ലൈ ഓഫ് ലേബറേഴ്സ് കൂടുന്നില്ല. അപ്പോൾ അവിടെ ഒരു ലാഗ് വന്നല്ലോ. സപ്ലൈ ഓഫ് ലേബറേഴ്സ് എന്ന് പറയുന്നത് ഡിമാൻഡിനേക്കാട്ടിലും കുറവാണ്. അതുകൊണ്ട് ഇക്കോണമിയിലുള്ള വേജ് റേറ്റ് കൂടും. ഈ വേജ് റേറ്റിൽ വന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ടെമ്പററി ആയിരിക്കാം. അത് പെർമനൻ്റ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കണം എന്നില്ല. ഈ ടെമ്പററി ആയിട്ട് വന്ന റിയൽ വേജ് ഇൻക്രീസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ലെഷർ ടൈം കുറച്ചിട്ട് കൂടുതൽ ടൈം വർക്ക് ചെയ്യും. ഫ്യൂച്ചറിൽ റിയൽ വേജസ് കുറയുമ്പോൾ അവർ പിന്നെയും എന്ത് ചെയ്യും, ലെഷർ ടൈം കൂട്ടിയിട്ട് വർക്ക് ടൈം കുറയ്ക്കും. ഇതാണ് ഇൻ്റർ ടെമ്പറൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലെഷർ എന്ന് പറയുന്നത്. അപ്പോൾ RAS കർവിൻ്റെ പൊസിഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഫാക്ടേഴ്സിൻ്റെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ ഈ RAS കർവിൻ്റെ പൊസിഷൻ, ആ വെർട്ടിക്കൽ പൊസിഷനിൽ നിന്ന് ചേഞ്ചസ് ഉണ്ടായേക്കാം. റിയൽ ബിസിനസ് സൈക്കിൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മോഡലാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്നത്. ഇവിടെ എക്സ് ആക്സിസിൽ ലെവൽ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ടും Y ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആണ് കാണിച്ചേക്കുന്നത്. കഴിഞ്ഞ ഡയഗ്രത്തിൽ RAS കർവ് ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമ്മൾ കാണിച്ചത്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആണ് RAS കർവ് വെർട്ടിക്കൽ പൊസിഷനിൽ നിന്ന് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ RAS കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ബിക്കോസ് ആൻ ഇൻക്രീസ് ഇൻ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഓൾസോ ഇൻക്രീസ് ദ കറൻറ്റ് റിയൽ വേജ് റേറ്റ് റിലേറ്റീവ് ടു ദ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ റിയൽ വേജ്, ദെയർബൈ ഇൻക്രീസിങ് ദ സപ്ലൈ ഓഫ് ലേബർ ആൻഡ് ഹെൻസ് ദ ഔട്ട്പുട്ട്. അതായത് ഇത്രേ പറയുന്നുള്ളൂ, റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ അവിടെ ആഗ്രിഗേറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് RAS കർവിന് പോസിറ്റീവായിട്ടുള്ള സ്ലോപ്പ് വരുന്നത്. ഈ ഡയഗ്രാം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു മോഡലിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഡയഗ്രാം ഷോസ് വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി ഷോക്ക് ഓൺ റിയൽ ഔട്ട്പുട്ട്, റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദ റിയൽ വേജസ്.
അപ്പോൾ ഡയഗ്രത്തിന് 4 ക്വാഡ്രൻസ് ആണുള്ളത്, ബി, സി, എ ആൻഡ് ഡി. അപ്പോൾ ബിയിൽ കാണിക്കുന്നത് വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് എ ഫേവറബിൾ ടെക്നോളജി ഷോക്ക് ഓൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ടെക്നോളജിക്കൽ ഷോക്ക് ഉണ്ടാകുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ് എന്താണ്. ക്വാഡ്രൻറ്റ് സിയിൽ കാണിക്കുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. എയിൽ കാണിക്കുന്നത് ഇമ്പാക്റ്റ് ഓൺ റിയൽ വേജസ് ആണ്. ആൻഡ് ഡിയിൽ കാണിക്കുന്നത് വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഫേവറബിൾ ടെക്നോളജിക്കൽ ഷോക്ക് ഓൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആദ്യം നിങ്ങൾ ക്വാഡ്രൻറ്റ് ബിയിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ എക്സ് ആക്സിസിൽ കാണിക്കുന്നത് ലേബർ ഡിമാൻഡും വൈ ആക്സിസിൽ കാണിക്കുന്നത് ആഗ്രിഗേറ്റ് ഔട്ട്പുട്ടുമാണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച ഡയഗ്രമാണ്. ഇവിടെ കാണിക്കുന്നത് ഒരു ഇനീഷ്യൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കാണിക്കുന്നുണ്ട്. വൈ ഈസ് ഈക്വൽ ടു എ എഫ് ഓഫ് കെ ആൻഡ് എൽ ആണ് ഇനീഷ്യൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതുപോലെ അവിടെ ഒരു ഇക്വിലിബ്രിയം പോയിൻറ്റ് എയും കാണിക്കുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് OL1 ലെവൽ ഓഫ് ലേബറേഴ്സിനെ ഉപയോഗിച്ച്, അത്രയും ലേബറേഴ്സിനെ ഉപയോഗിച്ച് OY1 ലെവൽ ഓഫ് ആഗ്രിഗേറ്റ് ഔട്ട്പുട്ടാണ് നമ്മൾ ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ അവിടെ കൂടും. കാരണം എന്താണ്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറേഴ്സ് അവിടെ കൂടും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ പ്രൊഡക്ഷൻ കൂടി, ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷിഫ്റ്റ് അപ്വേർഡ്, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ഇൻറ്റു എഫ് ഓഫ് കെ ആൻഡ് എൽ എന്ന് കാണിച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പൊസിഷൻ മാറുമ്പോൾ RAS കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇനി നിങ്ങൾ ഡയഗ്രത്തിൻ്റെ ക്വാഡ്രൻറ്റ് ഡിയിലേക്ക് നോക്കുക. അവിടെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള RAD കർവ്, അതായത് റിയൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള റിയൽ ആഗ്രിഗേറ്റ് സപ്ലൈ കർവും കാണാം. അപ്പോൾ ഇവിടെ RADക്ക് പകരം അതിനെ ലേബൽ ചെയ്തേക്കുന്നത് CD എന്നാണ്, RASന് പകരം YS1 YS2 എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഈ ക്വാഡ്രൻറ്റിലെ ഇനീഷ്യൽ ലെവൽ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് പോയിൻറ്റ് എ ആണ്, വേർ ദ YS1 ആൻഡ് ദ CD കർവ്സ് ഇൻ്റർസെക്ട് ഈച്ച് അതർ. അവിടുത്തെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് R1ഉം ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y1ഉം ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വൈയിൽ നിന്ന് വൈ സ്റ്റാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് YS1 എന്ന് പറയുന്ന റിയൽ ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്ത് YS2ലേക്ക് വരുന്നത്. സോ ഇക്വിലിബ്രിയം പോയിൻറ്റ് എയിൽ നിന്ന് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെഡ്യൂസ് ചെയ്ത് OR1ൽ നിന്ന് OR2 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വന്നു. അതുപോലെ Y1 ലെവൽ ഓഫ് ഔട്ട്പുട്ട് Y2 ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ക്വാഡ്രൻറ്റ് ബിയും ഡിയും വെച്ച് നമ്മൾ കണ്ടു വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജിക്കൽ ഷോക്ക് ഓൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി ക്വാഡ്രൻറ്റ് എയിലേക്ക് നോക്കുക. അവിടെ നമ്മൾ ലേബറിൻ്റെ ഡിമാൻഡ് കർവ്സും സപ്ലൈ കർവ്സും ആണ് കാണിച്ചിട്ടുള്ളത്. അവിടെ ഇനീഷ്യൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിൻ്റ് ആണ്. DL1 എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് ഓഫ് ലേബറും SL1 എന്ന് പറയുന്ന സപ്ലൈ കർവ് ഓഫ് ലേബറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് എ. അവിടെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് റിയൽ വേജസ് W/P1 ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്. സപ്ലൈ കർവ് ഓഫ് ലേബർ SL1 ആകുന്ന സമയത്തുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1 ആയിരുന്നു. ഇനി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നതിന് ശേഷം ഈ ഡിമാൻഡ് ഫോർ ലേബറിലും സപ്ലൈ കർവ് ഓഫ് ലേബറിലും വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയാം. ടെക്നോളജിക്കൽ പ്രോഗ്രസ് വന്നപ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ അവിടെ ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് അവിടെ പ്രൊഡക്ഷൻ കൂടി മീൻസ് കൂടുതൽ ലേബറേഴ്സിനെ അവിടെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡിമാൻഡ് കർവ് ഫോർ ലേബർ DL2ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതേസമയം ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടായപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തതും RAS കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്തതും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോൾ ചെയ്തതും നമ്മൾ കണ്ടതാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോൾ ചെയ്യുന്ന സമയത്ത് സപ്ലൈ ഓഫ് ലേബർ കുറയും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരാൾക്ക് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുക. കാരണം കൂടുതൽ ഇൻകം കിട്ടുമ്പോൾ അത് സേവ് ചെയ്യാം, അതിനാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി നിൽക്കുന്ന സമയത്ത് കൂടുതൽ ലേബറിനെ സപ്ലൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ ലേബറിനെ സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇൻകം കൂടുകയാണ്, അപ്പോൾ നമ്മുടെ സേവിങ്സും കൂടുകയാണ്. ദാറ്റ് മീൻസ് നമ്മൾ സേവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ കൂടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടു നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞതായിട്ട് അല്ലേ. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലേബറേഴ്സ് എന്ത് ചെയ്യും, അവരുടെ സപ്ലൈ കുറയ്ക്കും. അതാണ് നമ്മൾ SL1ൽ നിന്ന് SL2ലേക്ക് ലേബർ സപ്ലൈ കുറയാനുള്ള റീസൺ. സോ ക്വാഡ്രൻറ്റ് എയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഡിമാൻഡ് ഫോർ ലേബർ കൂടുകയും സപ്ലൈ ഓഫ് ലേബർ കുറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ ഇക്വിലിബ്രിയം റിയൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് W/P(2) ആണ്. അതായത് ബി എന്ന് പറയുന്നതാണ് അവിടുത്തെ പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. സോ എ ഫേവറബിൾ ടെക്നോളജി ഷോക്ക് ഇൻക്രീസസ് ദ റിയൽ ഔട്ട്പുട്ട് ഫ്രം Y1 to Y2. It lowers the real rate of interest from R1 to R2 and it increases the labor productivity and the real wages from W/P1 to W/P2.
ഇനി നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് എ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഷോക്ക് ഓൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റിയൽ വേജസ് ആൻഡ് ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഇൻ ദ ഇക്കോണമി. ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഫിഗറിൻ്റെ ക്വാഡ്രൻറ്റ് ബിയിൽ കാണിക്കുന്നത് ഇമ്പാക്റ്റ് ഓൺ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, സിയിൽ കാണിക്കുന്നത് ഇമ്പാക്റ്റ് ഓൺ ദ ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട്, എയിൽ കാണിക്കുന്നത് ഇമ്പാക്റ്റ് ഓൺ ദ റിയൽ വേജസ് ആൻഡ് ഡിയിൽ കാണിക്കുന്നത് ഇമ്പാക്റ്റ് ഓൺ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആദ്യം നിങ്ങൾ ക്വാഡ്രൻറ്റ് ഡിയിലേക്ക് നോക്കുക. ക്വാഡ്രൻറ്റ് ഡിയിൽ വൈ ആക്സിസിൽ കാണിക്കുന്നത് ലെവൽ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ടാണ്. അതുപോലെ വൈ ആക്സിസിൽ കാണിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ഇനീഷ്യൽ ഇക്വിലിബ്രിയം ലെവൽ എന്ന് പറയുന്നത് പോയിന്റ് എ ആണ്, വേർ ദ CD1 ആൻഡ് ദ YS കർവ്സ് ഇന്റർസെക്ട്. YS എന്ന് പറയുന്നത് എന്താ? RAS കർവ് ആണ്, റിയൽ ആഗ്രിഗേറ്റ് സപ്ലൈ കർവും. CD എന്ന് പറയുന്നത് റിയൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവുമാണ്. IS കർവിനെയാണ് നമ്മൾ റിയൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും IS കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടി, അപ്പോൾ CD1 എന്ന് പറയുന്ന കർവ് CD2യിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. CD2 കർവും YS കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് പോയിന്റ് ബി ആണ്. അവിടെയാണ് പുതിയതായിട്ട് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R2ഉം അതുപോലെ തന്നെ ലെവൽ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട് Y2 നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഷോക്ക് ഉണ്ടാകുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയെന്ന് നമ്മൾ കണ്ടു. ഇനി നിങ്ങൾ ക്വാഡ്രൻറ്റ് എയിലേക്ക് നോക്കുക. അവിടെയാണ് നമ്മുടെ ലേബറേഴ്സിൻ്റെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും കാണിച്ചിട്ടുള്ളത്. ഇനീഷ്യൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Y = A ഇൻറ്റു എഫ് ഓഫ് കെ ആൻഡ് എൽ ആകുന്ന സമയത്ത് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് DL-ഉം സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് SL1ഉമായിട്ട് നമുക്ക് കാണാം. ഇവിടുത്തെ ഇനീഷ്യൽ ഇക്വിലിബ്രിയം ലെവൽ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് പോയിന്റ് എയിലാണ്, വേർ ദ DL കർവ് ആൻഡ് ദ SL1 കർവ് ഇൻ്റർസെക്ട്. അപ്പോൾ W/P1 എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇനീഷ്യൽ ഇക്വിലിബ്രിയം റിയൽ വേജ് റേറ്റ്. അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, സപ്ലൈ ഓഫ് ലേബർ SL1 ആകുന്ന സമയത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് R1 ആയിരുന്നു. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഷോക്ക് വന്ന സമയത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1-ൽ നിന്നും R2-ലേക്ക് റൈസ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R2 ആയിട്ട് കൂടുമ്പോൾ സപ്ലൈ ഓഫ് ലേബർ അവിടെ കൂടും. ദാറ്റ് മീൻസ് SL1-ൽ നിന്ന് SL2-യിലേക്ക് ലേബർ സപ്ലൈ ഇൻക്രീസ് ചെയ്തു. സോ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. W/P2 ആണ് നമ്മുടെ പുതിയ ഇക്വിലിബ്രിയം റിയൽ വേജ് റേറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ നേരത്തെ ഉള്ള വേജ് റേറ്റിൽ നിന്നും താഴെയാണ് പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വേജ് റേറ്റ്. ഡിമാൻഡ് ഫോർ ലേബർ സ്റ്റാറ്റിക് ആയിട്ട് DL തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ റിയൽ വേജ് റേറ്റ് W/P1-ൽ നിന്നും W/P2-യിലേക്ക് വന്നിട്ടുള്ളത്. ഇക്വിലിബ്രിയം പോയിന്റ് ബി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും W/P2 എന്ന് പറയുന്ന വേജ് റേറ്റിൽ OL2 ലേബറേഴ്സിനെയാണ് ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആഗ്രിഗേറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്വാഡ്രൻറ്റ് ബിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇറ്റ് ഈസ് OY2 ലെവൽ. Now we can see the impact of temporary and permanent technology shocks in the real business cycle model. Temporary technology shocks വന്നാലും പെർമനൻറ്റ് ടെക്നോളജി ഷോക്സ് വന്നാലും അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും അതുപോലെ തന്നെ ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകത്തിനെയും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഇമ്പാക്റ്റ് നമുക്കൊന്ന് ഈ ഡയഗ്രാം ഉപയോഗിച്ച് അനലൈസ് ചെയ്യാം. ഇവിടെ X ആക്സിസിൽ കാണിക്കുന്നത് ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം ആണ്, Y ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റിയൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്സ് ആണ് CD1-ഉം CD2-ഉം CD*ഉമായിട്ട് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റിയൽ ആഗ്രിഗേറ്റ് സപ്ലൈ കർവ്സ് ആണ് YS1-ഉം YS*ഉമായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഇനീഷ്യൽ ലെവൽ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് പോയിന്റ് എ ആണ്, വേർ ദ YS1 ആൻഡ് ദ CD1 കർവ്സ് ഇൻ്റർസെക്ട്. അതാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1-ഉം ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം OY1-ഉം ഡിറ്റർമിൻ ചെയ്യുന്ന പോയിന്റ്. ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് YS1 എന്ന് പറയുന്ന റിയൽ ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്ത് YS*ലേക്ക് വന്നു. അവിടെ ടെക്നോളജിക്കൽ ഷോക്ക് ടെമ്പററി ആണെങ്കിൽ വെൽത്ത് ഇഫക്റ്റ് അവിടെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ കൺസ്യൂമർ ഡിമാൻഡ് അധികം കൂടില്ല. റിയൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് CD1-ൽ നിന്ന് CD2-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, പക്ഷേ ആ റിസൾട്ടൻറ്റ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് CD-യുടെ റിസൾട്ടൻറ്റ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദ ഷിഫ്റ്റ് ഓഫ് YS. YS-ൻ്റെ ഷിഫ്റ്റിൽ നിന്നും ഒത്തിരി കുറവായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ.
ഈ രണ്ട് കേഴ്സും ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് വന്നു. ദാറ്റ് ഈസ് എ പോയിന്റ് ബി. അപ്പോൾ പോയിന്റ് ബിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ R2ലേക്ക് കുറഞ്ഞു. അതുപോലെ തന്നെ ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് OY1 ലെവലിൽ നിന്നും OY2 ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്തു. ഇനി നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ടെക്നോളജി ഷോക്കിൻ്റെ കേസ് നോക്കാം. ടെക്നോളജി ഷോക്ക് പെർമനൻ്റ് ആണെങ്കിൽ അവിടെ വെൽത്ത് ഇഫക്റ്റ് ഓൺ കൺസംഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നു, ഇൻകം കൂടുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, എല്ലാവരുടെയും കയ്യിൽ ഇൻകം കൂടുതലാണ്. അപ്പോൾ അവിടെ അവരുടെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് അത്ര തന്നെ കൂടും. അപ്പോൾ ടെമ്പററി ടെക്നോളജിക്കൽ ഷോക്ക് വന്നപ്പോൾ CD1 നിന്ന് CD2ലേക്ക് മാത്രമാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ പെർമനൻ്റ് ആയിട്ടുള്ള ടെക്നോളജി ഷോക്ക് ആണെങ്കിൽ CD1 നിന്ന് CD*ലേക്കാകും റിയൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നത്. CD*ലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് C ആണ്. അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് R1 ലെവലാണ്. അതായത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ലെവൽ തന്നെ. അതുപോലെ നമ്മുടെ ഔട്ട്പുട്ട് ലെവൽ എന്ന് പറയുന്നത് OY1 നിന്ന് OY*ലേക്ക് ഇൻക്രീസ് ചെയ്യും.